ഹായ് ഫ്രണ്ട്സ്, ഡ്രീം റൈഡ് 360 എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിരന്തരം യാത്രകൾ ചെയ്യുന്ന ഒരു പക്കാ ലോക്കൽ യാത്ര ചെയ്യുന്ന യാത്രികർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ചില പ്രോഡക്റ്റുകളെ പരിചയപ്പെടാം. ഇവ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അനാവശ്യമായി ചിലവഴിക്കുന്ന തുക നിങ്ങൾക്ക് സേവ് ചെയ്യാനാവും. നാം ഇന്ന് യാത്രകളിൽ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് മിനറൽ വാട്ടറുകളെയാണ്. പുറത്തുനിന്ന് ലഭിക്കുന്ന വെള്ളം എത്രത്തോളം ശുദ്ധീകരിച്ചതാണ്, എത്രത്തോളം അണുവിമുക്തമാണ് എന്നറിയാത്തത് മൂലം നാം മിനറൽ വാട്ടറുകളെ തന്നെ ആശ്രയിച്ചു പോരുന്നു. ഒരു ദിവസം ശരാശരി ഒരു മനുഷ്യൻ 5 ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിന് 20 രൂപ നിരക്കിൽ 100 രൂപ ഒരു ദിവസം വെള്ളത്തിന് മാത്രം ചെലവഴിക്കുന്നു. ഒരു 5 ദിവസത്തെ യാത്രയിൽ നാം 500 രൂപയാണ് വെള്ളത്തിന് ചെലവഴിക്കുക. ഇതിനെല്ലാം പുറമെ എത്രത്തോളം പ്ലാസ്റ്റിക് മാലിന്യമാണ് നാം പുറന്തള്ളുന്നത്. ഇവയ്ക്കൊക്കെ ഒരു പരിഹാരമായിക്കൊണ്ട് നിരവധി വാട്ടർ ഫിൽട്ടറുകൾ ഇന്ന് ഓൺലൈൻ മാർക്കറ്റുകളിൽ ലഭ്യമാണ്. അവയിൽ ചിലത് പരിചയപ്പെടാം. ഇത് നിരവധി വിദേശികൾ ഉപയോഗിച്ചു പോരുന്ന ഒരു വാട്ടർ ഫിൽട്ടറാണ്. ഏകദേശം 1000 രൂപ നിലവിൽ വിലയുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് 1000 ലിറ്റർ വെള്ളം വരെ ശുദ്ധീകരിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എത്ര കലങ്ങിയ വെള്ളത്തെയും ശുദ്ധീകരിച്ച് 99% അണുവിമുക്തമാക്കി നമുക്ക് തരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് വിശ്വസിച്ച് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. നിരവധി വിദേശികൾ ഇന്നും ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചു പോരുന്നു. റിവ്യൂകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. ചെറിയ തുക മുടക്കി വലിയ യാത്രകൾ ചെയ്യുന്ന നിരവധി യാത്രികരുണ്ട്. അവരിൽ പലരും രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്ത് പകൽ ഡെസ്റ്റിനേഷനുകളിൽ എത്തിച്ചേർന്ന് അവിടുത്തെ കാഴ്ച കണ്ട് ആസ്വദിക്കുകയാണ് ചെയ്യാറ്. ഇങ്ങനെയുള്ളവർ ഹോട്ടൽ റൂംസുകളെ ആശ്രയിക്കാറില്ല. ഇവർ രാവിലെ എത്തുന്ന ഡെസ്റ്റിനേഷനുകളിൽ ഫ്രഷപ്പ് ചെയ്യുകയാണ് പതിവ്. എന്നാൽ ഈ ബാത്റൂമുകളൊക്കെ എത്രത്തോളം വൃത്തിയുള്ളവയാണ് എന്ന് ഉറപ്പ് പറയാൻ സാധിക്കുമോ? എന്നാൽ ഇന്ന് പല യാത്രികരും വാട്ടർ ഷവർ ഉപയോഗിച്ചാണ് യാത്ര ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ഫോൾഡ് ചെയ്ത് ബാഗിൽ സൂക്ഷിക്കാവുന്നതും വളരെ ഈസിയായി ഉപയോഗിക്കാവുന്നതുമായ വാട്ടർ ഷവറുകൾ യാത്രയിൽ നിങ്ങൾക്ക് വലിയൊരു ലാഭം തന്നെ ഉണ്ടാക്കിത്തരും. ചെലവ് ചുരുക്കിയുള്ള ഒരു യാത്രയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിത് വാങ്ങാവുന്നതാണ്. ചിലവ് ചുരുക്കി യാത്ര നടത്തുന്നതിൻ്റെ ഭാഗമായി നാം പലരും ഇന്ന് ട്രെയിനുകളും ബസ്സുകളൊക്കെയാണ് കൂടുതലായി ആശ്രയിക്കാറ്. 3-4 ദിവസത്തെ യാത്രകളിൽ നാം ഒരു ദിവസം യാത്ര ചെയ്ത് അടുത്ത സ്ഥലത്തെത്തി അവിടെ നിന്ന് ജനറൽ കമ്പാർട്ട്മെൻ്റ് എടുത്തായിരിക്കും ഒരു പക്ഷേ നാം അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യാറ്. അങ്ങനെയുള്ള യാത്രകളിൽ ഒരു രാത്രി മുഴുവനൊക്കെ സീറ്റ് ലഭിക്കാത്തത് മൂലം നിന്ന് യാത്ര ചെയ്യേണ്ടി വന്ന അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മറികടക്കാനായി ഫോൾഡ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു ക്യാമ്പിംഗ് ചെയർ നിങ്ങളുടെ കയ്യിൽ കരുതുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈസിയായി ഇതിൽ യാത്ര ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ മറികടക്കുവാൻ പലരും ഇന്ന് ക്യാമ്പിംഗ് ചെയറുകൾ യാത്രയിൽ കൊണ്ടുപോകുന്നത് സർവ്വസാധാരണമാണ്. അതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്രകൾ നടത്താൻ ആഗ്രഹിക്കുന്ന ലോ ബഡ്ജറ്റ് യാത്രികർക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലൊരു ക്യാമ്പിംഗ് ചെയർ നിങ്ങളുടെ കയ്യിൽ കരുതുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സുഖകരമായി യാത്ര ചെയ്യാൻ സാധിക്കും. ഇന്ന് നമ്മളിൽ പലരും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ യാത്രക്കിടയിൽ എല്ലാവരും ഒത്ത് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നതും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. നാം എത്തിപ്പറ്റുന്ന ഡെസ്റ്റിനേഷനിൽ നമുക്ക് ഗ്യാസോ വിറകോ അടുപ്പോ ഒന്നും ലഭിച്ചുവെന്നും വരില്ല. എന്നാൽ നമ്മുടെ കൈവശം ഒരു ഗ്യാസ് സ്റ്റവ് ഉണ്ടെങ്കിലോ തീർച്ചയായും നമുക്കതിൽ കുക്ക് ചെയ്യാവുന്നതല്ലേ. ഇന്ന് ഓൺലൈൻ മാർക്കറ്റുകളിൽ 2500 രൂപയ്ക്ക് താഴെ കൊടുത്താൽ നമുക്ക് നിരവധി പോർട്ടബിൾ ഗ്യാസ് സ്റ്റവുകൾ ലഭ്യമാണ്. ഭാരവും വലിപ്പവും തീരെ കുറവായതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാഗുകളിൽ ഈസിയായി ഇത് കൊണ്ടുപോകാവുന്നതാണ്. സ്റ്റവിനോടൊപ്പം ലഭിക്കുന്ന സിലിണ്ടർ തുടർച്ചയായി 6 മണിക്കൂർ വരെ പ്രവർത്തിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. സിലിണ്ടറിനോടൊപ്പം ലഭിച്ച ഗ്യാസ് അല്ലാതെ എക്സ്ട്രാ സിലിണ്ടറുകളും നമുക്ക് ഓൺലൈനിലൂടെ തന്നെ വാങ്ങാവുന്നതാണ്. ചിലവ് ചുരുക്കി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും യാത്രയിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതുപോലൊരു പ്രോഡക്റ്റ് ഉപകാരപ്രദമാകും. ചിലവ് ചുരുക്കി യാത്ര ചെയ്യുന്നവർ ഇതുപോലെയുള്ളൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഹോട്ടലിൽ ചെലവഴിക്കേണ്ടി വരുന്ന വലിയ തുകകൾ ഒഴിവാക്കി ഹോട്ടൽ റൂമിൽ തന്നെ നിങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാവുന്നതാണ്. അതുവഴി വലിയൊരു തുക നിങ്ങൾക്ക് ലാഭകരമാക്കാൻ സാധിക്കും. ഇവയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് പുറമെ നിങ്ങൾ ഒരു യാത്രികനാണ് എങ്കിൽ നിങ്ങൾ ചെലവ് ചുരുക്കാൻ ഉദ്ദേശിക്കുന്ന ചില മാർഗങ്ങൾ ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ അങ്ങനെ ഒന്നുണ്ടായെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അത് മറ്റൊരു യാത്രികന് തീർച്ചയായും ഉപകാരപ്പെടുന്നതാണ്.
ഇതിനെല്ലാം പുറമെ ലോ ബഡ്ജറ്റ് യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ടെൻറ്റുകൾ ഉപയോഗിക്കാവുന്നതാണ്, സ്ലീപ്പിംഗ് ബാഗുകൾ ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ റൂമുകളിൽ നമുക്ക് കോഫി മേക്ക് ചെയ്യാനൊക്കെ ഇലക്ട്രിക് കെറ്റിലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നിരവധി മാർഗ്ഗങ്ങൾ. ഇതെല്ലാം കൂടുതലും എൻ്റെ സുഹൃത്തുക്കൾ, എനിക്ക് യാത്രികരായ സുഹൃത്തുക്കൾ പകർന്നു നൽകിയതും മറ്റ് ആളുകളിൽ നിന്നൊക്കെ പകർന്നു കിട്ടിയ അറിവുകളാണ്. തീർച്ചയായും ഇതുപോലെയുള്ള നിരവധി അറിവുകളുമായി മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ്. ഈ ഒരു പേജ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കൃത്യസമയത്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.